നമസ്കാരം. പ്രധാന വാർത്തകൾ. പീഡന പരാതികളിൽ മൊഴിയെടുത്ത് SIT സംഘം. അതിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ആക്ഷൻ ഉണ്ടാവും. ഇത് അടുത്ത ആക്ഷൻ ഈ മൊഴിയുടെ ബേസിസിലായിരിക്കും ഉണ്ടാവും. നടൻ സിദ്ദിഖിനെതിരെ ബലാത്സംഗ കേസ്. ഭീഷണി കോളുകൾ വരുന്നുവെന്ന് പരാതിക്കാരിയായ നടി. എനിക്ക് അത് അങ്ങനെയൊന്നും എന്നെ ആരും ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട. തൽക്കാലം ആർക്കെങ്കിലും നേരിട്ട് വരണമെന്നുണ്ടെങ്കിൽ അവർ നേരിട്ട് വരിക. ഞാനിവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ ഈട്ടാവട്ടത്ത് തന്നെ ഉള്ള ആളാണ്. കൊല്ലണമെങ്കിൽ കൊന്നിട്ട് പോവാം. ഇതുവരെ ലഭിച്ചത് 18 പരാതികൾ. ദുരനുഭവങ്ങൾ തുറന്നു പറയുന്ന നടിമാർക്ക് പിന്തുണയുമായി ഖുഷ്ബു. സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തം. സംയുക്ത പ്രസ്താവനയുമായി സ്ത്രീപക്ഷ പ്രവർത്തകർ. സർക്കാരിന്റെ നിർദ്ദേശത്തിനായി കാത്തിരിക്കുന്നതായി ഷാജി എൻ കരുൺ. ബി ഉണ്ണികൃഷ്ണനെയും ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് വിനയന്റെ കത്ത്. മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം. തൃശൂർ സിറ്റി ACPക്ക് അന്വേഷണ ചുമതല. പരാതിക്കാരൻ അനിൽ അക്കരയുടെ മൊഴി നാളെ രേഖപ്പെടുത്തും. മാധ്യമപ്രവർത്തകർക്കെതിരെയും പരാതി നൽകി സുരേഷ് ഗോപി. സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ തടയേണ്ട കാലം അതിക്രമിച്ചെന്ന് രാഷ്ട്രപതി. ബംഗാളിൽ കൊല്ലപ്പെട്ട യുവ ഡോക്ടറുടെ കുടുംബത്തോട് മാപ്പ് പറഞ്ഞ് മമതാ ബാനർജി. ബലാത്സംഗ കേസ് പ്രതികൾക്ക് വധശിക്ഷ. ബിൽ അടുത്തയാഴ്ച നിയമസഭ പാസാക്കുമെന്നും മമത. BJP ആഹ്വാനം ചെയ്ത ബന്ദിൽ വ്യാപക അക്രമം. കേരളത്തിന് സുപ്രധാന പ്രഖ്യാപനവുമായി കേന്ദ്ര സർക്കാർ. പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി പ്രഖ്യാപിച്ചു. പദ്ധതിക്കായി 3806 കോടി മുടക്കും. 51,000 പേർക്ക് തൊഴിലവസരം. തീരുമാനം കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റേത്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണ്ടെന്ന് E. ശ്രീധരൻ. റിസർവോയറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ടണൽ നിർമ്മിക്കണം. ടണൽ നിർമ്മിച്ചാൽ ഭീഷണി ഉണ്ടാവില്ല. 50 വർഷത്തേക്ക് ഡാം സുരക്ഷിതമെന്നും മെട്രോമാൻ. വയനാട് ദുരന്തത്തിൽ മരിച്ച 36 പേരെ കൂടി തിരിച്ചറിഞ്ഞത് DNA പരിശോധനയിലൂടെ. വാടക വീടുകളിലും ബന്ധുവീടുകളിലും കഴിയുന്നവർ സത്യവാങ്മൂലം നൽകണം. ദുരന്ത മേഖലകളിൽ കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം തുടരുന്നു. അർജുനായുള്ള തെരച്ചിൽ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം കർണാടക മുഖ്യമന്ത്രിയെ കണ്ടു. ഡ്രഡ്ജർ എത്തിക്കുമെന്ന് കർണാടക മുഖ്യമന്ത്രി. ചെലവ് പൂർണ്ണമായും സംസ്ഥാന സർക്കാർ വഹിക്കുമെന്നും ഉറപ്പ്. റിലയൻസ് ഇൻഡസ്ട്രീസും സിഡ്നി ഇന്ത്യയുടെയും ലയനത്തിന് കോമ്പറ്റീഷൻ കമ്മീഷന്റെ അംഗീകാരം. ഇടപാട് $8.5 ബില്യൺ. യാഥാർത്ഥ്യമാകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലിവിഷൻ കമ്പനി. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ വാർഷിക ജനറൽ മീറ്റിംഗ് നാളെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ഒരാഴ്ച പിന്നിട്ടു. സിനിമയിലെ അറിയാക്കഥകളും ദുരൂഹതകളും വെളിച്ചത്ത് കൊണ്ടുവന്ന റിപ്പോർട്ട് സ്ത്രീകൾ നേരിടുന്ന കൊടിയ പീഡനത്തിന്റെയും വ്യാപകമായ ലൈംഗിക ചൂഷണത്തിന്റെയും വിവരങ്ങൾ പൊതുസമൂഹത്തിൽ ചർച്ചയാക്കി. സിനിമയെ അടക്കിവാണ ശക്തി കേന്ദ്രങ്ങളെ പിടിച്ചുകുലുക്കി. ചൂഷണങ്ങളെക്കുറിച്ചും ലൈംഗിക പീഡനങ്ങളെയും കുറിച്ച് കൂടുതൽ പേർ തുറന്നു പറയാൻ മുന്നോട്ടു വന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാനും AMMA ജനറൽ സെക്രട്ടറിക്കും സ്ഥാനമൊഴിയേണ്ടി വന്നു. താരസംഘടന ഒന്നാകെ രാജിവെച്ചൊഴിഞ്ഞു. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ആരോപണ വിധേയനായ മുകേഷ് MLA സ്ഥാനം ഒഴിയണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. പക്ഷേ ഇപ്പോഴും റിപ്പോർട്ടിലെ പേരുകൾ രഹസ്യമായി തുടരുന്നു. അനുമതിയില്ലാതെ മറച്ചുവെച്ച പേജുകളും വെളിച്ചം കണ്ടിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള നടപടികൾ പ്രതീക്ഷ നൽകുന്നതാണോ? പരിശോധിക്കാം. നമുക്കൊപ്പം അതിഥികൾ കൂടി ചേരുകയാണ്. പ്രകാശ് ബാരെ സംവിധായകനും നടനും, അദ്ദേഹം നമുക്കൊപ്പം ചേരും. P. ഉഷ ആക്ടിവിസ്റ്റ്, MA ഷഹനാസ് പ്രസാധക, ശ്രീമതി മാല പാർവതി നടി എന്നിവർ നമുക്കൊപ്പം ചേരുന്നു. ഉഷ ഹസീനയെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ശ്രീമതി മാല പാർവതി, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു. സിനിമയിലെ മാറ്റത്തിന്റെ തുടക്കം നമ്മൾ പ്രതീക്ഷിച്ചു. ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ്. ഒരുപാട് തലകൾ ഉരുണ്ടു കഴിഞ്ഞു. ഇനിയും കൂടുതൽ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്.
പലർക്കും സ്ഥാനം നഷ്ടപ്പെട്ടതുമൊക്കെ നമ്മൾ കാണുന്നു. ശരിയായ ദിശയിലാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? എങ്ങനെ തോന്നുന്നു? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംസാരിച്ച ആൾക്കാരല്ല ഇപ്പോൾ നിങ്ങളോടൊക്കെ സംസാരിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംസാരിക്കുന്ന സമയത്ത് അവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും തെളിവെടുക്കം നോക്കിയിട്ടാണ് അവരത് നോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ടെലിവിഷനിൽ നമ്മൾ പല ആൾക്കാരും അവരുടെ പ്രശ്നങ്ങൾ, അവര് നേരിട്ട പ്രശ്നങ്ങൾ അവര് വന്ന് വളരെ സത്യസന്ധമായിട്ട് തുറന്ന് അവര് പറയുകയാണ്. അപ്പൊ ഇതൊരു വലിയ പ്രശ്നം തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും സിനിമയിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതിൽ ഒട്ടും അത്ഭുതമില്ല, എല്ലാവർക്കും അറിയാം. ഇങ്ങനെ എന്താ പറയാ, സിനിമയിൽ വർക്ക് ചെയ്യാൻ വരുന്നവരെല്ലാം ഈസിലി അവൈലബിൾ ആണെന്നും സിനിമയിൽ വന്നാൽ ഞങ്ങളുടെ ഒരു സഹായത്തോടു കൂടി മാത്രമേ നിങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ സേവിച്ചോണം എന്നൊക്കെ പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് മുന്നോട്ട് വെക്കുന്നു എന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. അതെല്ലാം ആക്ടേഴ്സിന് മാത്രമല്ല സമസ്ത മേഖലയിലും, അതായത് പിന്നെ ഹെയർ ചെയ്യുന്ന കുട്ടികൾ തൊട്ട് കോസ്റ്റ്യൂം ചെയ്യുന്ന പിള്ളേർ തൊട്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ തൊട്ട് എല്ലാവരും ഈ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അപ്പൊ അത് പലരും പലതരത്തില് എതിർത്തും അത് പറ്റില്ല എന്ന് പറഞ്ഞും ചില സിനിമകൾ ഒഴിവാക്കിയും ചില വ്യക്തികളുമായിട്ട് വർക്ക് ചെയ്യാതെയും ഒക്കെയാണ് അവരുടെ കരിയർ ബിൽഡ് ചെയ്ത് പോകുന്നത്. സിനിമയുടെ ഒരു ഗുണം നമ്മള് ഏത് തരത്തിലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ തരത്തിലുള്ള ആൾക്കാർ നമ്മളെ വിളിക്കില്ല, വേറെ ചില ആൾക്കാർ നമ്മളെ വിളിക്കും. എന്നിട്ട് വർക്ക് കുറവായിരിക്കും, പക്ഷെ വർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് ഈ പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ വളരെ ഗൗരവമായി സംസാരിച്ചപ്പോൾ, അതിനെ ഗൗരവമായി എടുത്തപ്പോൾ, മുന്നേ ഈ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞിരുന്ന പെൺകുട്ടികൾ, ഞാൻ മനസ്സിലാക്കുന്ന രേവതി സമ്പത്ത് അടക്കം എല്ലാ ആൾക്കാരും മുന്നേ തന്നെ കാര്യങ്ങൾ പറഞ്ഞിരുന്നതാണ്. അന്ന് ഗൗരവത്തിലെടുക്കാത്ത കാര്യങ്ങൾ ഇന്ന് ചർച്ചയാവുകയും അതിന്റെ പേരിൽ മാധ്യമങ്ങൾ എടുത്ത ഒരു നിലപാട് കാരണം ഇന്ന് സമൂഹത്തിലൊരു മാറ്റം വന്നിരിക്കുകയാണ്. അത് സിനിമ എന്ന മേഖലയിലെ മാത്രം ഒരു കാര്യമായിട്ട് ഞാൻ പറയില്ല. കാരണം ഞാൻ സമാഗതി റിപ്പോർട്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ടിനെ പഠിക്കാറുണ്ട്, ഇടയായിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഒരു സ്ത്രീ പ്രശ്നങ്ങളും ചൂഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അവിടെ റിസർച്ച് സ്കോളേഴ്സ് അടക്കം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഞങ്ങളത് ചൂണ്ടിക്കാട്ടി. ആ റിപ്പോർട്ടും വെളിച്ചം കണ്ടിട്ടില്ല, അതിന് ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് സമസ്ത മേഖലയിലുമാണ്. അപ്പൊ സിനിമ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ വരുന്ന മാറ്റം സമൂഹത്തെ മുഴുവൻ മാറ്റുകയും സമൂഹത്തിലെ മറ്റ് മേഖലകളിൽ സിമിലർ ആയിട്ടുള്ള വിഷമം അനുഭവിക്കുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരും പുറത്തു വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ തന്നെ ഈ സ്ത്രീകൾ ആരെങ്കിലും ഒരാൾ സ്വകാര്യമായ ലാഭത്തിന് വേണ്ടി ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, പറയുകയാണെങ്കിൽ അതിനെതിരെയും നടപടി വേണം എന്ന് മാത്രമല്ല അത് പുരുഷന്മാർക്ക് അവരുടെ വശം പറയാനുള്ള അവസരവും വേണം. കാരണം ഇത് നിയമത്തിന് കേസ് കൊടുക്കുന്നത് കേസിലൂടെ മാത്രമേ ഇതിന് കാര്യങ്ങൾ പോവുള്ളൂ. എന്തായാലും സമൂഹത്തിന് സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരു ഇടം ഉണ്ടാകാൻ ഹേമ കമ്മിറ്റിയുടെ WCCയുടെ പ്രവർത്തനങ്ങൾ, ഹേമ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ, മാധ്യമങ്ങളുടെ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ ശ്ലാഘനീയമാണ്. തീർച്ചയായും. ശ്രീമതി മാലാ പാർവതി, ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സർക്കാർ പറഞ്ഞത് നടപടി എന്നത് പരാതി ലഭിച്ചതിന് ശേഷം എന്ന കാര്യം ആവർത്തിച്ചു പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളിൽ നടപടി എടുത്തിട്ടില്ല, അതിൽ പരാതി എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ അതിനുശേഷം വന്ന ചില തുറന്നു പറച്ചിലുകൾ, സധൈര്യം മുന്നോട്ട് വന്ന അനുഭവങ്ങൾ പുറത്തു പറയാൻ തയ്യാറായി വന്ന സ്ത്രീകൾ, അവരുടെ എണ്ണം കൂടി വന്നു. സർക്കാരിന് ഒടുവിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കേണ്ടി വന്നു. ഇന്ന് 18 പരാതികൾ അവർക്ക് മുന്നിൽ കിട്ടുന്നു. അപ്പോൾ അത് നൽകുന്ന സൂചന എന്താണ് എന്നാണ് താങ്കൾ കരുതുന്നത്? കൂടുതൽ പേർ തുറന്നു പറയാൻ, അവർക്ക് നീതി വേണം എന്നത് ആഗ്രഹിച്ച് മുന്നോട്ട് വരുന്നു, അങ്ങനെ ഒരു അന്തരീക്ഷം മാറിയിരിക്കുന്നു, അവർക്ക് ധൈര്യം ലഭിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞത്. ഞാൻ സിനിമാ മേഖലയിൽ മാത്രമല്ല സമസ്ത മേഖലയിൽ നിന്നും വരുന്നതാണ് ഞാൻ പറഞ്ഞത്. കാരണം എല്ലായിടത്തും ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വ്യക്തിപരമായി. അതിനിട്ടല്ല, ഇനിയും ഒരുപാട് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം സുരക്ഷിതമായ ഒരു ഇടം ഉണ്ടാവണമെന്ന് സ്ത്രീകളായിട്ടുള്ള എല്ലാവരുടെയും ആഗ്രഹമാണ്. എന്റെയും രേണുവിന്റെയും ആഗ്രഹമാണ്, അല്ലേ? നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. നമ്മുടെ ഇനിയൊരു തലമുറ ഇതുപോലെ എനിക്ക് പറ്റൂല, ഞാൻ അങ്ങനത്തെ ഒരാളല്ല, ഇങ്ങനെയൊക്കെ പറയാതെ സമാധാനമായിട്ട് ഒന്ന് ജോലി ചെയ്യാൻ പറ്റും. നമ്മുടെ കഴിവ് ഏറ്റവും നമുക്ക് ഇഷ്ടമുള്ള തൊഴിൽ ഇടത്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവകാശം നമ്മുടെ ഉണ്ട്. നമ്മുടെ ഭൂമിയിൽ 2 പേരേ ഉള്ളൂ, ആണും പെണ്ണും.
നമ്മൾക്ക് ലോ ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. നമുക്ക് ഈ ഭൂമിയിൽ മണ്ണിൽ ചവിട്ടി നടന്ന് പോകാൻ പറ്റുമെങ്കിൽ റൈറ്റ് ടു ലിവ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ അതിന് മാത്രമല്ല പെണ്ണിനും ഉണ്ട്. റൈറ്റ് ടു വർക്ക് നമ്മുടെ അവകാശമാണ്. പക്ഷെ നമുക്ക് മാത്രം വർക്ക് ചെയ്യാൻ വരുമ്പോൾ ഇവരുടെ ഒരു കൺസെന്റ് വേണം, ഇവരുടെ ഒരു മൗനാനുവാദം വേണം, അവരുടെ ഒരു പ്രോത്സാഹനം വേണം, അവര് നമ്മളെ വളർത്തണം, ഇങ്ങനെയൊക്കെ ഗോഡ് ഫാദേഴ്സ് വേണം. ഈ ചട്ടം, അലിഖിതമായ ഈ ചട്ടം മാറി നമ്മളുടെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ, മുന്നേറാൻ, നമുക്ക് കൂടുതൽ പഠിച്ച് നമ്മൾ ചെയ്യുന്ന തൊഴിലിടത്തിൽ ഏറ്റവും മുകളിലെത്താനുള്ള അവകാശം നമുക്ക് വേണം. അപ്പോൾ അത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ ഒരുങ്ങിയിരിക്കുന്നു. ജനങ്ങൾ അതിനോട് സ്ത്രീകളുടെ പ്രശ്നം കേൾക്കാൻ കാതോർത്തിരിക്കുന്നു. അവര് വളരെ സൗമ്യമായ സ്ത്രീകളോട് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം പറയൂ, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ധാരാളം പേര് മുന്നോട്ട് വരും. ഇപ്പോൾ ഇതൊരു രണ്ടാം സ്വാതന്ത്ര്യ സമരം പോലെ സ്ത്രീകൾ വരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും. ഏതായാലും പരാതി നേരിട്ട് നൽകിയാൽ മാത്രം നടപടി എന്ന് പറയുമ്പോൾ അവിടെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. തുറന്നു പറയുന്നവർ പോലും ഒരു നിയമ നടപടിയിലേക്ക് നീങ്ങാൻ താല്പര്യപ്പെടുമോ എന്ന സംശയങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയാണ് ഇന്ന് 18 പരാതികളോളം ലഭിച്ചിരിക്കുന്നു എന്ന വിവരം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അത്രയും ധൈര്യപൂർവ്വം നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തയ്യാറായി സ്ത്രീകൾ രംഗത്ത് വരുന്നു എന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ഇപ്പോൾ നടനും സംവിധായകനുമായ പ്രകാശ് ബാരെ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. പ്രകാശ് ബാരെ, വലിയ പ്രതീക്ഷ ഈ ഹെമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സിനിമാ മേഖലയിൽ വലിയൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോൾ ഒരാഴ്ച പിന്നിടുമ്പോൾ ശരിയായ ദിശയിലാണ് ഈ നടപടികളെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ കുറേ പേർ അതിന് പുറമെ നമ്മൾ കമ്മിറ്റി റിപ്പോർട്ടിൽ കണ്ടെത്തിയ ഗൗരവതരമായ വിഷയങ്ങളുണ്ട്. പോക്സോ ഉൾപ്പെടെ ഉള്ള സംഭവങ്ങളെ പറ്റിയുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ വിശദാംശങ്ങളൊന്നും പുറത്തു വന്നില്ല എങ്കിൽ പോലും സിനിമാ മേഖലയിൽ ഞങ്ങൾ ഇതൊക്കെ അനുഭവിച്ചവരാണ് എന്ന് പറഞ്ഞ് കുറെ സ്ത്രീകൾ മുന്നോട്ട് വരികയാണ്. അതിൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടപടികൾ ആരംഭിക്കാൻ സർക്കാർ നിർബന്ധിതരായിരിക്കുന്നു. രാജി ഉണ്ടാകുന്നു, കൂടുതൽ രാജിക്കായുള്ള മുറവിളികൾ ഉണ്ടാകുന്നു. ഇതൊക്കെ ശരിയായ ദിശയിലാണോ, അതോ ഇതിലും വലിയ സംഭവങ്ങൾ മറഞ്ഞു പോകുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ദിശ മാറിപ്പോകുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഒരു പരിധി വരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വലിയൊരു മൈൽ സ്റ്റോൺ തന്നെയാണ്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളം ഒരു ടുക്ക് എ ലീഡ്. കാരണം കേരളത്തിൽ ഇതിപ്പോൾ 5 വർഷം വൈകിട്ടാണ് ഈ സംഭവം പുറത്തു വരുന്നതെങ്കിലും ഇവിടെ ഉണ്ടായിരിക്കുന്ന ആ ഒരു നടിയെ ആക്രമിച്ച കേസ്, ആ സംഭവം ഉണ്ടായതിനു ശേഷം അദ്ദേഹം ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം സംസാരിച്ചു തുടങ്ങുകയായിരുന്നു. അദ്ദേഹം സൂചിപ്പിച്ചത് കേരളം മാതൃകയാക്കാൻ മറ്റ് സിനിമാ മേഖലകൾ, നമുക്കറിയാം മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ബംഗാളിലൊക്കെ വലിയ രീതിയിൽ കേരളത്തിൻ്റെ മാതൃക ചർച്ചയാകുന്നു എന്ന ഒരു സാഹചര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച് തുടങ്ങിയത്. ആ രീതിയിൽ ഒരു മാതൃക സൃഷ്ടിക്കാൻ കേരളത്തിനായിരിക്കുന്നു. അപ്പോൾ പോലും നമ്മുടെ മാതൃക മറ്റുള്ളവർ പോലും നോക്കിക്കാണുന്ന നമ്മുടെ മാതൃക ശരിയായ ദിശയിലാണോ എന്നത് സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറയാൻ തുടങ്ങുകയായിരുന്നു. അദ്ദേഹത്തിലേക്ക് തന്നെ വരാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശരി, അദ്ദേഹത്തിലേക്ക് വരാം. നമുക്കൊപ്പം MA ഷഹനാസ് കൂടി ചേരുകയാണ്. ഷഹനാസ്, ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം, അല്ലെങ്കിൽ തന്നെയും താങ്കൾക്ക് നേരിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തുറന്നു പറയാൻ മടി കാണിച്ചിട്ടുള്ള വ്യക്തിയൊന്നുമല്ല. പക്ഷേ അതിനുശേഷവും താങ്കൾ അനുഭവിച്ച ബുദ്ധിമുട്ട് തുറന്നു പറയാൻ മനസ്സ് കാണിച്ച ഒരു വ്യക്തിയാണ്. ഇന്ന് താങ്കളെപ്പോലെ തന്നെ തുറന്നു പറച്ചിലിന് തയ്യാറായ ഒരു അതിജീവിത മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞു, പലതരത്തിലുള്ള ഭീഷണികൾ നേരിടുന്നു, ഭീഷണി കോളുകൾ വരുന്നു, കുടുംബം ഒറ്റപ്പെടുത്തുന്നു, കുടുംബത്തിൽ നിന്ന് പോലും ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു, മറ്റെന്തൊക്കെയോ നേട്ടത്തിന് വേണ്ടി ഇവർ ഇങ്ങനെ സംസാരിക്കുന്നു എന്ന തരത്തിൽ ആളുകൾ കുറ്റപ്പെടുത്തുകയാണ് എന്നൊക്കെയുള്ള അവരുടെ അനുഭവങ്ങൾ പറയുന്നു. ഇത് തുറന്നു പറയാൻ തയ്യാറായിട്ടുള്ള എല്ലാ സ്ത്രീകളും കടന്നുപോയിട്ടുള്ള ഒരനുഭവം തന്നെയാണ് അവർ പങ്കുവെക്കുന്നത്. പക്ഷേ കുടുംബത്തിൽ നിന്ന് പോലും വേണ്ടത്ര പിന്തുണ കിട്ടുന്നില്ല എന്ന കാര്യം അവർ സൂചിപ്പിക്കുന്നു. ഷഹനാസിന്റെ അനുഭവം എന്താണ്? ഇതിനു മുൻപും താങ്കൾ കാര്യങ്ങൾ, മോശം അനുഭവങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്, ഇപ്പോഴും തുറന്നു പറയുന്നു. ഈ കാലഘട്ടം എന്തെങ്കിലും മാറ്റം സമൂഹത്തിൽ വരുത്തിയതായി തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ മാറ്റങ്ങളൊന്നും വന്നതായിട്ട് തോന്നിയിട്ടില്ല. ഞാനിപ്പോ എന്റെ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഒരു 3 വർഷമായിട്ട് ഇപ്പൊ എന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു പ്രശ്നത്തെ ഒരു സ്ത്രീ അത് തുറന്നു പറയുമ്പോൾ പ്രതികരിക്കുമ്പോൾ ഇന്നും നമ്മൾ തുറന്നു പറയുന്ന സ്ത്രീകളുടെ ഒക്കെ താഴെ വന്നിട്ട് പറയുന്ന പല വൃത്തികേടുകളും നമ്മൾ കാണുന്നതാണ്. അപ്പം അതുപോലെയുള്ള അതില് നിങ്ങൾ ആലോചിക്കേണ്ടത് സ്ത്രീകളും പറയും എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളടക്കം ഈ തുറന്നു പറയുന്ന സ്ത്രീയെ ഒറ്റപ്പെടുത്തിയും മോശപ്പെടുത്തിയും സംസാരിക്കും. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് ഞാൻ പറയുന്നത്, നിങ്ങൾ കഴിഞ്ഞ ദിവസം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം AMMA എന്ന് പറയുന്ന ആ സംഘടന നടത്തിയ ഒരു വാർത്താ സമ്മേളനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ അതില് ഒരു സ്ത്രീ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവര് പറയുന്നുണ്ടായിരുന്നു, എനിക്കങ്ങനെ ഇതുവരെ ബുദ്ധിമുട്ടുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. അതായത് അത് അങ്ങനെ ഒരു സ്ത്രീയെ മോശപ്പെടുത്തി, അതായത് എനിക്ക് സംഭവിച്ചില്ല എങ്കിൽ അത് ബാക്കിയുള്ള സ്ത്രീകൾക്ക് സംഭവിക്കരുത്, അങ്ങനെ സംഭവിക്കില്ല എന്നൊരു വിശ്വാസമാണ് ആ സ്ത്രീയിൽ നമ്മൾ അത് കാണുന്നത്. അപ്പൊ ഈ സമൂഹം അങ്ങനെയാണ്. എന്റെ മാത്രം കാര്യമല്ല, എന്നെ പോലെ തന്നെ സാഹിത്യ മേഖലയിൽ ഇതുപോലെ തുറന്നു പറച്ചിൽ നടത്തുകയും നിയമപരമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന പല സ്ത്രീകളും ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. എനിക്ക് എന്റെ കുടുംബം എന്റെ കൂടെ നിൽക്കുന്നവരാണ്. എനിക്ക് അങ്ങനെ ഒരു കുടുംബത്തിന്റെ സപ്പോർട്ട് എനിക്കുണ്ട്. എന്നെ വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു കുടുംബം എനിക്കുള്ളത് കൊണ്ട് കുടുംബം നഷ്ടപ്പെട്ട എത്രയോ സ്ത്രീകളുണ്ട്. എത്രയോ സ്ത്രീകൾ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. ഈ ഒരു തുറന്നു പറച്ചിൽ കൊണ്ട് ജോലി കിട്ടാത്തവരുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താന്ന് വെച്ചാൽ, അവൾക്ക് പുസ്തകം കൊടുത്താൽ അവളൊരു ധിക്കാരിയാണ്, അവളൊരു തരത്തിലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കില്ല, അവളോട് എന്തെങ്കിലും ഒന്ന് മോശമായി പറഞ്ഞാൽ അവൾ പ്രതികരിക്കുന്ന സ്ത്രീകളെ എല്ലാവർക്കും പേടിയാണ്, തുറന്നു പറയുന്ന സ്ത്രീകളെ എല്ലാവർക്കും പേടിയാണ്. ഞാനിപ്പോ ആലോചിക്കുന്നത്, ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് 4.5 വർഷം ഈ ഗവൺമെന്റ് അത് മാറ്റിവെച്ചു. ഈ 4.5 വർഷം കൊണ്ട് സിനിമാ മേഖലയിലുള്ള എത്രമാത്രം സ്ത്രീകൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാവും. ഇന്നലെ നമ്മൾ കണ്ടതാണ് AMMA എന്ന് പറയുന്ന ആ സംഘടന പിരിച്ചുവിട്ടത്. എന്തുകൊണ്ട് ഗവൺമെന്റ് ഇതിലെ പവർ ഗ്രൂപ്പ് ആരാണ് എന്ന് ഈ സമൂഹത്തിലെ ജനങ്ങൾക്ക് തുറന്നു കാണിച്ചു കൊടുക്കുന്നില്ല? അത് തുറന്നു കാണിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് ഇനി ആ സിനിമാ മേഖലയിൽ അഭിനയം പാഷനായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. അപ്പൊ അത്തരത്തിൽ ഒരു സ്വതന്ത്രമായിട്ട് അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഇടമാകേണ്ടതുണ്ട്. ഇതൊക്കെ ചെയ്യേണ്ടത് ഇവിടുത്തെ ഗവൺമെന്റ് ആണ്. എന്നിട്ട് 4.5 വർഷം ഇവരിത് മൂടി വെക്കുമ്പോൾ ഇവിടെ എത്രമാത്രം സ്ത്രീകൾ ഈ ചൂഷണത്തിന് വിധേയമായിട്ടുണ്ടാവും ഈ 4.5 വർഷം കൊണ്ട്? എന്തുകൊണ്ട് ആ ഗവൺമെന്റ് എന്നിട്ടും ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് വീണ്ടും പറയുകയാണ് ഈ സ്ത്രീകൾ പരാതി കൊടുക്കണമെന്ന്? നിങ്ങൾ ആലോചിക്കണം, ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടായത് തന്നെ സ്ത്രീകൾക്ക് തുറന്നു പറയാൻ പേടിയായതുകൊണ്ടും, അതേപോലെ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അവരുടെ പാഷൻ അനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാവുമ്പോഴും അവർ മിണ്ടാതിരിക്കുന്നത് തുറന്നു പറയാനും അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കാനും നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് ഉണ്ടാക്കിയെടുത്ത ഒരു കമ്മീഷനാണിത്. അതും ഏറ്റവും സിനിമാ മോഡലിൽ നമ്മുടെ ഒരു സിനിമാ മേഖലയിലുള്ള ഒരു യുവ അഭിനേത്രി അപകടപ്പെടുമ്പോഴാണ് നമ്മൾ അത്തരത്തിൽ മുന്നോട്ട് വന്ന് ഇങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടാവുന്നത്. എന്നിട്ട് അത്രയും നീണ്ട റിപ്പോർട്ടില് പല തരത്തിലുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ തുറന്നു പറയുന്നു. തുല്യവേതനം, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഒരു സ്ത്രീ ആ മേഖലയിൽ സുരക്ഷിതയല്ല എന്ന് പോലും പറഞ്ഞിട്ട് 4.5 വർഷം ഇത് ആർക്കു വേണ്ടിയാണ് ഈ ഗവൺമെന്റ് ഹൈഡ് ചെയ്ത് വെച്ചത്? തീർച്ചയായും. എന്നിട്ട് അത് മാത്രമല്ല, നിങ്ങൾ ആലോചിക്കണം, ഇന്ന് ഇതിന്റെ ഭരണപക്ഷത്തിരിക്കുന്ന അധികാരമുണ്ട് എന്നതുകൊണ്ട് മാത്രം ഇന്നും MLA ആയിട്ട് അദ്ദേഹം തുടരുകയാണ്. മുകേഷ് എന്ന് പറയുന്ന MLAക്കെതിരെ എത്ര പരാതികൾ വന്നു? എന്തുകൊണ്ട് ആ അധികാര സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്താൻ സാധിക്കുന്നില്ല ഈ ഗവൺമെന്റിന്? തീർച്ചയായും അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരുകയാണ്. തുടരുക. പ്രകാശ് ബാരെ നമുക്കൊപ്പം തുടരുന്നുണ്ട്. താങ്കൾ സൂചിപ്പിച്ചു വരികയായിരുന്നു ശ്രീ പ്രകാശ് ബാരെ, ഒരു പരിധിവരെ നല്ലതാണ് ഇതുവരെ നടന്ന കാര്യങ്ങൾ എന്ന്. അപ്പോഴും ചില സംശയങ്ങൾ താങ്കൾക്ക് ബാക്കി നിൽക്കുന്നു. പൂർത്തീകരിക്കാം. തീർച്ചയായും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ മുഴുവൻ ചർച്ചയാവുകയും ഇപ്പൊ ബംഗാളിൽ പോലും ഹേമ കമ്മീഷൻ മോഡലിൽ ഒരു കമ്മിറ്റി വേണമെന്ന് അവിടെ ആ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ശബ്ദം ഉയരുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വി ആർ ലീഡിങ്. പക്ഷേ ഇതിപ്പോ പാതി വഴി, അല്ലെങ്കിൽ ഒരു പാതി വഴിയൊന്നുമല്ല, ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എടുത്തിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും ഇതിൻ്റെ ഉള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതൊരു സെക്ഷുവൽ അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സെക്ഷൽ ഹറാസ്മെന്റ് മാത്രമല്ല പ്രശ്നം. ഇതിന്റെ പിറകിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവറാണ്, അധികാര ശ്രേണി മലയാള സിനിമയിലുള്ള അതാണ്. അപ്പൊ അതാണ് ഹേമ കമ്മീഷൻ കമ്മിറ്റി റിപ്പോർട്ടിൽ 15 അംഗ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്. പണ്ട് അതേ ഗ്രൂപ്പിനെ തന്നെ ആയിരിക്കാം തിലകൻ മാഫിയ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരും AMMയും തമ്മിൽ എന്ത് ബന്ധമാണ് അവര്? ഇപ്പം നടി ആക്രമിക്കപ്പെട്ട കേസിൽ പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് AMMയുടെ 2 കഴിഞ്ഞ ജനറൽ സെക്രട്ടറിമാരും പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത മൊഴിയും കോടതിയിൽ കൊടുത്ത മൊഴിയും ഘടകവിരുദ്ധമാണ്. കാരണം പിന്നെ ഇരക്കൊപ്പം നിന്ന മൊഴി, പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത മൊഴി കോടതിയിൽ എത്തുമ്പോഴത്തേക്കും വേട്ടക്കാരന്റെ കൂടിയായി അല്ലെങ്കിൽ കുറ്റാരോപിതന്റെ കൂടിയായി. അപ്പോൾ അത്തരം കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ പിന്നെയും കുറേ അധികം AMMA മെമ്പേഴ്സ്, അത് നോക്കിക്കഴിഞ്ഞാൽ AMMA ആരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ 15 അംഗ സംഘം ആരാണ്? അവർ ഏത് തരത്തിലാണ് മലയാള സിനിമയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്? അവർക്ക് AMMയിൽ എന്താണ് അവരുടെ ഇൻഫ്ലുവൻസ്, ആരാണ് ആൾക്കാർ എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, കാരണം നമുക്ക് അറിയാം AMMയുടെ ഒരു പ്രസൻസ് കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ കഴിഞ്ഞ 10-20 വർഷമായിട്ട് മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ നടി ആക്രമിക്കപ്പെട്ട കേസ് ആ സംഭവത്തിന് ശേഷം വളരെയധികം മാറ്റങ്ങൾ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ അധികാര കേന്ദ്രം മലയാള സിനിമയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിലകനും സുകുമാരനും പൃഥ്വിരാജും അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ തൊഴിൽ നിഷേധത്തിന് കാരണമായിട്ടുണ്ട്. അവര് പിന്നെ വൈഡ് റിലീസിനെതിരായിട്ട് നിന്നിട്ടുണ്ട്, മൾട്ടിപ്ലക്സ് ഇവിടെ വരുന്നതിനെതിരായിട്ട് നിന്നിട്ടുണ്ട്. സംവിധായകരുടെ കലയെന്ന് സംവിധായകർക്ക് ആധിപത്യം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അവർ ഏതുതരം സിനിമ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരും പ്രേക്ഷകരും തമ്മിലായിരുന്ന ഒരു കണക്ട്, അത് അവർ തകർത്തിട്ടുണ്ട്. അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആൾക്കാരെ കൊണ്ട് മാത്രം സംവിധാനം ചെയ്യുന്നു എന്നുള്ള സ്ഥിതിയിലേക്ക് പോയിട്ടുണ്ട്. അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന യൂസ് ആൻഡ് ത്രോ ആയിട്ട് പ്രൊഡ്യൂസേഴ്സിനെ ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. നടികളെ യൂസ് ആൻഡ് ത്രോ ആയിട്ട് ചെയ്യുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ, എക്സിബിഷൻ, ഈ രംഗത്ത് മുഴുവൻ സാറ്റലൈറ്റ് റേറ്റ്, ഇത്തരം കാര്യങ്ങളിൽ മുഴുവൻ ആരൊക്കെ ഇവിടെ ജോലി ചെയ്യണം, ആർക്കൊക്കെ എത്രയൊക്കെ. തീർച്ചയായും ശ്രീ പ്രകാശ് ബാരെ, ലൈംഗിക ചൂഷണം, ലൈംഗികമായി സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതിനപ്പുറം ഗൗരവതരമായ ഒരുപാട് കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. പക്ഷേ നോക്കൂ, ഇത്ര ദിവസം, ഒരാഴ്ച പിന്നിടുമ്പോൾ പോലും എന്ത് നടപടികൾ ഇക്കാര്യത്തിൽ കൈകൊള്ളാനായി സർക്കാരിനെ സംബന്ധിച്ച് എന്ന ചോദ്യമുണ്ടല്ലോ. ഒരുപാട് ആരോപണങ്ങൾ സർക്കാരിനെതിരെ ഉയരുന്നുണ്ട്. ഇത്രയും വൈകിപ്പിച്ചത് സംബന്ധിച്ച്, അനുവാദമില്ലാത്ത ഭാഗങ്ങൾ പോലും മൂടിവെച്ചത് എന്തിനെന്ന് സംബന്ധിച്ച് വ്യക്തത കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. ഇരകൾ, അതിജീവിതമാർ പരാതി നൽകിയാൽ മാത്രം അന്വേഷണം എന്ന കടുംപിടുത്തം ഇപ്പോഴും സർക്കാർ തുടരുകയാണ്. ഇനി എന്ത് എന്ന് ചോദിക്കുമ്പോൾ നയരൂപീകരണ സമിതിയിൽ മുകേഷ് തുടരുന്നതിനെതിരെ പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നിട്ടും രാജിവെക്കാൻ തയ്യാറായിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട്. കോൺക്ലേവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു. ഇപ്പോഴും ഈ ആരോപണ വിധേയരെ, വേട്ടക്കാരെ സംരക്ഷിക്കുന്ന ഒരു സമീപനം സർക്കാരിനെ സംബന്ധിച്ചുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? പരാതി വേണം എന്ന പിടിവാശി, സർക്കാരിന്റെ പിടിവാശി ആർക്ക് വേണ്ടി എന്നാണ് താങ്കൾ കരുതുന്നത്? ഒപ്പം താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നിരവധിയായ വിഷയങ്ങളുണ്ടല്ലോ. ഈ പേര് പുറത്തുവിടുന്നതും അല്ലാത്തതുമായുള്ള സംശയങ്ങളോ സാങ്കേതികമായ അല്ലെങ്കിൽ നിയമപരമായ തടസ്സങ്ങളോ ഒന്നുമില്ലാതെ തന്നെ നടപടികൾ എടുക്കാൻ കഴിയുന്ന നിരവധി വിഷയങ്ങൾ ഉണ്ടായിട്ട് ഈ ഒരാഴ്ച സർക്കാർ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ബാക്കിയല്ലേ? ഈ ഒരാഴ്ചത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ അക്കാഡമി ചെയർമാൻ മാറി നിന്ന് അന്വേഷണം നേരിടാൻ തീരുമാനിച്ചതിൻ്റെ അപ്പുറം കഴിഞ്ഞ 5 വർഷം അവർ എന്ത് ചെയ്തു? കഴിഞ്ഞ വർഷം അതിൻ്റെ മേലെ അടയിരുന്നു, അല്ലെങ്കിൽ അതിൽ ഇനാക്ഷൻ കൊണ്ടാണ് അവരതിനെ നേരിട്ടത്. സിനിമാ മന്ത്രി, സാംസ്കാരിക മന്ത്രി പറയുന്നത്, ഞാൻ ആ റിപ്പോർട്ട് 5 വർഷം കഴിഞ്ഞിട്ട് ഞാനത് വായിച്ചിട്ടേ ഇല്ല. കാരണം എന്താണ്? വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ 15 പവർ ഗ്രൂപ്പ് അംഗങ്ങളെ അറിയാം, ആരുടെയൊക്കെ ചുമലിൽ കൈയിട്ടിട്ടാണ് അദ്ദേഹം നടക്കുന്നതെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാമെന്ന് പുറത്ത് പറയേണ്ടി വരും. അപ്പം അത് ഒളിച്ചു വെക്കുന്നിടത്തോളം കാലം ഇത് പിന്നെ ഈ ഇരകളുടെ പേരുകൾ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പിന്നെ നിയമമുണ്ട്. അത് പിന്നെ കമ്മിറ്റിയും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ കുറ്റാരോപിതന്മാർ, അവരുടെ പേരിൽ കൃത്യമായിട്ട് തെളിവുകളുള്ള കേസുകളുണ്ട്, പോക്സോ കേസുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് പോലും അതിനെ പറ്റിയിട്ട് ഒരു അക്ഷരം മിണ്ടാതിരിക്കുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള തെറ്റാണ്.
ഇനി ഈ ആൾക്കാർ ഇപ്പോൾ സ്കൂളിൽ രണ്ട് കുട്ടികൾ തമ്മിൽ തല്ലുകൂടി കഴിഞ്ഞാൽ രണ്ടുപേരെയും വിളിച്ചിട്ട് രണ്ടുപേർക്ക് ഓരോ തല്ലു കൊടുത്തിട്ട് ഇനി ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ടീച്ചർ പറഞ്ഞേക്കുന്നത് പോലെ ആണ് ഈ കോൺക്ലേവ് എങ്കിൽ അതിന് ഒരു 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 അർത്ഥമില്ല. WCC അതിനെ പറ്റിയിട്ട് പിന്നെ വളരെ പോസിറ്റീവായിട്ടല്ല പ്രതികരിക്കുന്നത്. AMMA പോലും പോസിറ്റീവായിട്ടല്ല പ്രതികരിക്കുന്നത്. എങ്ങനെയാണ് ഇവർ ഇതിങ്ങനെ ഓർഗനൈസ് ചെയ്യാൻ നോക്കുന്നത്? കൃത്യമായിട്ടും കുറ്റം ചെയ്ത തെളിവുള്ള ആൾക്കാരെ ശിക്ഷിച്ചു കൊണ്ടുവേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതിനൊന്നും ഈ റിപ്പോർട്ടിനൊരു അർത്ഥം ഉണ്ടാവില്ല. ഈ റിപ്പോർട്ടിൽ എത്തിയത് തന്നെ ഇവിടെ പിന്നെ ഒരു ജനരോഷം ഉണരുകയും നടികൾ അവരുടെ ഭാവി തന്നെ പിന്നെ അപകടത്തിലാക്കിക്കൊണ്ട് മുന്നോട്ട് വരികയും സർക്കാർ അതുകൊണ്ട് നിർബന്ധിതരാകുകയും അതിനുശേഷം ഇതുപോലെ ജസ്റ്റിസ് ഹേമയെ പോലെ വളരെ നീതിപൂർവ്വം കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ ഒരു മിൻസിങ് ഓഫ് വേർഡ്സും ഇല്ലാതെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നത്. തീർച്ചയായും അതുപോലെ തന്നെ RTIയും കോടതിയും കൂടെ നിർബന്ധിച്ചാണ് ആ ഒരു സ്റ്റേജിലേക്ക് നമ്മളുടെ മുമ്പിലേക്ക് ഈ റിപ്പോർട്ട് വരുന്നത്. ഇനിയും അതുപോലുള്ള പോരാട്ടം തുടർന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് സംഭവിക്കുള്ളൂ. ഇതിനെ പൊളിറ്റിസൈസ് ചെയ്തിട്ട് കാര്യമില്ല. എല്ലാ പാർട്ടിയിലും എല്ലാ ഇതിലും ആണുങ്ങളുണ്ട്, ഇതുപോലെ ചിന്തിക്കുന്ന ആണുങ്ങളുണ്ട്, അതുപോലെ ചിന്തിക്കുന്ന തീർച്ചയായും സ്ത്രീകളുണ്ട്. എന്തായാലും സിനിമയ്ക്കുള്ളിലായാലും പുറത്തായാലും ഒക്കെ തുറന്നു പറയാൻ തയ്യാറായിട്ടുള്ള ഒരു കൂട്ടം സ്ത്രീകളുടെ ധൈര്യം അതും മാത്രമാണ് നമ്മളെ മലയാള സിനിമയെ ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത്. പക്ഷെ അതിനപ്പുറം ചെയ്യേണ്ടവർ, ഉത്തരവാദിത്തപ്പെട്ടവർ എന്തൊക്കെ ചെയ്യുന്നു എന്നത് ഇപ്പോഴും സംശയമായി തുടരുകയാണ്. ഈ വിഷയത്തിൽ കൂടുതൽ പറയാൻ കഴിയുന്നത് ശ്രീമതി മാല പാർവതിക്ക് തന്നെയാണ്. പാർവതിയിലേക്ക് വരാം. അതിനു മുമ്പ് ചെറിയൊരു ഇടവേള. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീമതി മാല പാർവതി, ഇന്ന് ഖുഷ്ബു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണത്തിൽ പറഞ്ഞത് കരിയർ വളർച്ച വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പുകൾ എല്ലായിടത്തും ഉണ്ട്. എങ്ങനെ ഇത് തുറന്നു പറഞ്ഞ് പോരടിക്കാൻ വരുന്നവർക്ക് ഒപ്പം നിൽക്കണമെന്ന കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടുന്നു. ഇവിടെ അങ്ങനെ കിട്ടുന്ന പിന്തുണയെ അവർ പ്രശംസിക്കുകയും ചെയ്തിരിക്കുകയാണ്. താങ്കളുടെ പൈസ മുടക്കി താങ്കൾ വർക്ക് ചെയ്തിരുന്ന ഇടത്ത് താങ്കൾക്കൊപ്പമുള്ള സ്ത്രീകൾക്ക് സഹായം ചെയ്തതിന് സ്വന്തം അവസരങ്ങളും മറ്റ് വിമർശനങ്ങളും ഒക്കെ നേരിട്ട് അല്ലെങ്കിൽ ഒറ്റപ്പെടേണ്ടി വന്ന വ്യക്തിയാണ്, സിനിമാ പ്രവർത്തകയാണ്. ഇവിടെ അങ്ങനെയുള്ള ഒരു കൂട്ടം സ്ത്രീകളുടെ പോരാട്ടത്തിൻ്റെ ഫലമായി ഈ റിപ്പോർട്ടുണ്ടായി. അത് പുറത്തു വന്ന് ഒരാഴ്ച പിന്നിടുമ്പോൾ പോലും നയരൂപീകരണ സമിതിയിൽ കൂടുതൽ ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയ വ്യക്തി ഇരിക്കുകയാണ്. അദ്ദേഹം രാജിവെച്ചൊഴിയണമെന്ന ആവശ്യം ശക്തമായിട്ടും മുകേഷ് അവിടെ തുടരുന്നു, സർക്കാർ സംരക്ഷിക്കുന്നു എന്ന വിമർശനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള പ്രധാന പ്രതീക്ഷയാണ് ഈ നയരൂപീകരണ സമിതി, കോൺക്ലേവ്, സർക്കാർ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ. അവിടെ പോലും ആരോപണ വിധേയരായവർ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെയൊക്കെ സംരക്ഷണം കിട്ടുന്നവർ അംഗങ്ങളായി വരുന്നതും തുടരുന്നതും ഒക്കെ ഈ പ്രതീക്ഷകളെ ഒക്കെ തല്ലിക്കെടുത്തുന്നതല്ലേ? അവിടെയൊക്കെ കൂടുതൽ ആർജവത്തോടെ ഇടപെടാനുള്ള കഴിവ് സർക്കാർ കാണിക്കേണ്ടിയിരിക്കുന്നില്ലേ? സർക്കാർ കോൺക്ലേവിനെ കുറിച്ച് സർക്കാർ നേരത്തെ തന്നെ എടുത്ത തീരുമാനമാണെന്ന് തോന്നുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നന്നായിട്ട് പഠിച്ചതിന് ശേഷം അതിന്റെ ഗൗരവമായി ഇപ്പൊ ഇത്രയും തുറന്നു പറച്ചിലും കാര്യങ്ങളും ഒക്കെ വന്നതിന് ശേഷം സർക്കാർ ഒന്നും കൂടി ആലോചിക്കുമായിരിക്കും ഒരു പക്ഷെ. എന്ന് വെച്ചാൽ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് പെട്ടെന്ന് ഇങ്ങനെ ആഴ്ച 4.5 വർഷം ആലോചിച്ചു. അല്ലല്ല, 4 വർഷം ആലോചിച്ചില്ല. അവരത് മുഴുവൻ പഠിച്ചിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഒരു നോക്കൂ, സമൂഹത്തിന്റെ ഇക്വിലിബ്രിയം തെറ്റിക്കാൻ പെട്ടെന്ന് എളുപ്പമല്ല. ഇത് പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ ഇത് വിചാരിക്കുന്ന പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഓക്കെ ഇന്ന ആൾക്കാർക്കെതിരെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കോളിലൊക്കെ ഉണ്ടാക്കി. ഇതിപ്പോ ജനങ്ങളുടെ ആവശ്യമായി മാറിയിട്ട് ഒരു സർക്കാർ തീരുമാനം എടുക്കും. അത് അവരുടെ ഒരു സ്ട്രാറ്റജിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് വോട്ടെവർ, അത് ഒരു മീഡിയയുടെ ഒരു ആവശ്യമായിട്ട് ജനങ്ങളുടെ ആവശ്യമായിട്ട് വരുമ്പോൾ മാത്രമേ സർക്കാർ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അത് അങ്ങനെയാണ്. അത് നമുക്ക് അതിന്റെ ഒരു സ്ട്രാറ്റജി ആയിട്ട് കാണാം. പക്ഷെ ഞാൻ പറയുന്നത് അതല്ല. ഈ കോൺക്ലേവ് പോലെയുള്ള കാര്യങ്ങൾ നടത്തുന്നത് ഇത്രയും ഇപ്പൊ ഈ 18 കുട്ടികൾ തുറന്നു പറഞ്ഞ സൈറ്റിന്റെ മുമ്പിൽ പറയുന്നതും ഈ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് സർക്കാർ തന്നെ ഞെട്ടിയിരിക്കുകയായിരിക്കും. ഇത്രയൊക്കെ പ്രശ്നമുണ്ടല്ലേ, അപ്പൊ ഇനി അതൊന്നും കൂടെ വിലയിരുത്തി ശ്രീമതി മാല പാർവതി, അവിടെയാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. താങ്കൾ എന്തിനു വേണ്ടിയാണ് താങ്കളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയത്? താങ്കളുടെ പൈസ മുടക്കി ഒരു ഇടപെടലിന് ശ്രമിച്ചത്. അങ്ങനെ ഒരു ഇടപെടൽ താങ്കൾക്ക് അവിടെ നടത്താൻ തോന്നിയ ഒരു വ്യക്തി എന്ന നിലയിൽ
സർക്കാരിന് അത്തരം ഏറ്റവും അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ഒരു തീരുമാനമെടുക്കാനും അത് നടപ്പാക്കാനും ഒരു കോൺക്ലേവിന്റെ പോലും ആവശ്യമുണ്ടോ? ഉണ്ട്. എന്നുവെച്ചാല് ഇത് ഒരു സമൂഹത്തിന്റെ എല്ലാ വശവും കേട്ടു എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അല്ലെങ്കിൽ സ്ത്രീകൾ ഒരു കാര്യം പറയുമ്പോൾ നമുക്കറിയാം അത് സത്യമാണെന്ന്, പക്ഷെ അതിന്റെ എല്ലാ വശവും നോക്കി അത് ശരി തന്നെ ആയിരുന്നു എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തി മാത്രമേ ഒരു സർക്കാരിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. രേണു, നമ്മളിതിന് എന്തെല്ലാം ബഹളം വെച്ചാലും അങ്ങനെ തന്നെയാണ്. അതിനൊരു സമയം, അതിനൊരു താളമുണ്ട്. സർക്കാരാണെന്നുള്ളതുകൊണ്ടാണ്, അതൊരു വ്യക്തിയല്ല സർക്കാർ ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റം ഒന്ന് അനങ്ങണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. അതിനൊരു ഇത് നടക്കും. ഇപ്പൊ ശ്രീ മുകേഷിന്റെ കാര്യം ഞാൻ പറയാം. അദ്ദേഹം തീർച്ചയായിട്ടും തനിയെ രാജിവെക്കണം എന്നാണ് എന്റെ ഒരു വ്യക്തിപരമായ. ഇതൊരു പ്രതിസന്ധിയിലാക്കേണ്ട കാര്യമൊന്നുമില്ല സർക്കാരിന്. തൽക്കാലം ഞാൻ മാറി നിൽക്കാം. അദ്ദേഹം ഇലക്ഷൻ ജയിച്ചു വന്നതാണ്, ഒക്കെ ശരിയാണ്. ഇപ്പൊ നമുക്ക് മന്ത്രിമാര് ആരോപണം നേരിട്ടപ്പോ അവർ മാറി നിന്നിട്ടുണ്ടല്ലോ. എന്നിട്ട് അദ്ദേഹം അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ചും വന്നിട്ടുണ്ടല്ലോ. അവരുടെ അങ്ങനെ ഒരു സത്യമല്ല എന്ന് പ്രൂവ് ചെയ്താൽ തിരിച്ചും വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ഒരു തീരുമാനം അദ്ദേഹം മാറി നിൽക്കണം എന്നാണ് എന്റെ പക്ഷം. രണ്ടാമത്, ഈ ആണിനും ഈ ആരോപണം വന്നു കഴിഞ്ഞാൽ അവർക്ക് അത് പ്രൂവ് ചെയ്യാനുള്ള അവസരവും കൂടെ കൊടുക്കണം. അപ്പോഴേ ആ ബാലൻസ് വരുള്ളൂ. നമ്മൾ വേണം വെച്ചിട്ടൊരു കാര്യമില്ല. അതിനൊരു സാവധാനവും സാവകാശവും കൊടുക്കണം. അത് വരും. അല്ലെങ്കിൽ പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ ഒരു റിപ്പോർട്ട് ലോകത്തെവിടെയെങ്കിലും നടത്തുമോ? ശരി, എന്തായാലും ഇടപെടലുകളുടെ ആവശ്യകത ഏറ്റവും മനസ്സിലാക്കുമ്പോൾ പോലും ആ സിസ്റ്റത്തിൽ വിശ്വാസം അർപ്പിച്ച് കാത്തിരിക്കാനുള്ള ഒരു ക്ഷമ കൂടി പ്രകടിപ്പിക്കുകയാണ് സിനിമാ പ്രവർത്തക കൂടിയായ മാലാ പാർവതി. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീമതി പി ഉഷ, ആക്ടിവിസ്റ്റ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീമതി പി ഉഷ, സിനിമാ മേഖലയിൽ നടക്കുന്ന ഈ പരിവർത്തനങ്ങൾ, ഈ തെറ്റ് ചെയ്തവർ അതിന്റെ ശിക്ഷ അനുഭവിക്കണം എന്ന തരത്തിൽ നമ്മളുടെ ഒരു വിശ്വാസമുണ്ടല്ലോ, അത് അനുഭവിച്ചിട്ടേ പോകൂ എന്ന്. ആ കാലം അത് നിർബന്ധിതമാക്കിയിരിക്കുന്നു എന്ന തരത്തിലുള്ളൊരു അവസ്ഥ സിനിമാ മേഖല നേരിടുകയാണ്. അത് ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ സിനിമാ മേഖലയിൽ മാത്രം അല്ല സ്വാധീനിക്കുക, സമൂഹത്തെ ആകെ സ്വാധീനിക്കും. എല്ലായിടങ്ങളിലും സ്ത്രീകൾക്ക് കരുത്ത് പകരുന്ന ഇടപെടലുകളാണ് സിനിമാ മേഖലയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ സ്ത്രീകൾ തുറന്നു വന്ന് അവരുടെ ചൂഷണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുമ്പോൾ അത് മറ്റേതൊരു മേഖലയെക്കാളും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അങ്ങനെ ഇപ്പോൾ മറ്റ് ഇടങ്ങളിലെ സിനിമാ പ്രവർത്തകർ പോലും കേരള ഇൻഡസ്ട്രിയെ നോക്കി ഇതാ നോക്കൂ, അവർ ഒരു ചരിത്രപരമായ നീക്കം നടത്തിയിരിക്കുന്നു എന്ന തരത്തിൽ പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിലും മറ്റിടങ്ങളിലുമൊക്കെ ഒരു ഇമ്പാക്റ്റ് ഇതുകൊണ്ടുണ്ടാകുന്നത് എത്രമാത്രം പ്രാധാന്യത്തോടെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ നമുക്ക് ഈ അടുത്ത ദിവസങ്ങൾ കണ്ടിട്ടുള്ള സ്റ്റേറ്റിന്റെ ഭാഗത്ത്, ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നുള്ള നടപടികൾ കാണുമ്പോൾ അത് ഈ ഉണ്ടായ ഉണർവിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അത്രയ്ക്കധികം ആണധികാരത്തിന്റെ പിടിയിലാണ് നമ്മുടെ ഭരണകൂടങ്ങൾ. വെറുതെ ആ കോൺക്ലേവിൽ നിന്ന് മാറ്റി നിർത്താൻ ഒരു കുറ്റാരോപിതനെ കഴിയുന്നില്ലല്ലോ ഗവൺമെന്റിന്. അദ്ദേഹം സ്വയം മാറുന്നുമില്ല. അപ്പൊ ഈ ആണധികാരവുമായിട്ട് ഇനിയും നമ്മുടെ സ്ത്രീകൾക്ക് ഏറ്റുമുട്ടേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥയാണ് നമുക്കത് ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ഇത് വളരെ എളുപ്പം നേടിയതല്ല. നമ്മൾ ഈ തുറന്നു പറഞ്ഞ സ്ത്രീകളൊക്കെ പറഞ്ഞത് കേട്ടില്ലേ, ചിലരിവിടുന്ന് ഓടിപ്പോയി, ചിലർ സിനിമ വിട്ടു, ചിലരുടെ കുടുംബവുമായിട്ട് പ്രശ്നങ്ങളുണ്ടായി, ചിലർ ഈ ജീവിതത്തിൽ അത്രയും വലിയ ഷോക്കും പേറി ഇങ്ങനെ ജീവിക്കുകയാണ്. പിന്നെ നമുക്കറിയാലോ, ഹേമ കമ്മീഷന് ഇടയാക്കിയ സംഭവം തന്നെ ഒരു നടിയെ ലോകത്ത് എവിടെയും കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള കൊട്ടേഷൻ ബലാത്സംഗത്തോടു കൂടിയാണ് ആ വിഷയമുണ്ടാകുന്നത്. ആ നടി അനുഭവിച്ച കാര്യങ്ങൾ, ആ കേസ് പോകുന്ന വഴി, കോടതിയിൽ പോലും സുരക്ഷിതമല്ലാത്ത അവരുടെ പ്രൈവസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ, അതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ കേട്ടുകേൾവിയില്ലാത്ത, ഞാൻ കേട്ടിട്ടില്ല കോടതിയിൽ നിന്ന് നിർണായകമായിട്ടുള്ള തെളിവ് അവിടെ ജഡ്ജിമാരുൾപ്പെടെ കാണുക, ഒരു ലൈബ്രറിയിൽ എന്ന പോലെ തെളിവുകൾ ഉപയോഗിക്കുക, അവർ എന്തോ ആവശ്യത്തിന്, അത് നമുക്കറിയില്ല. പിന്നെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ വളരെ സങ്കീർണമായ കേസുകളിലേക്ക് പോവുക. അപ്പം അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഒരു നിരവധി ജീവിതങ്ങൾ കത്തിത്തീർന്നതിന് ശേഷമാണ് നമുക്ക് ഇത്തരം ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. അപ്പം ചെറുതല്ല, ലളിതമല്ല. പക്ഷേ നമുക്ക് അതിനോട് ഭരണകൂടം എങ്ങനെ റിയാക്ട് ചെയ്യുന്നു. ഇന്ന് അതുപോലെ സിനിമയിലെ വളരെ സീനിയർ ആയിട്ടുള്ള
ആൾക്കാരൊക്കെ സംസാരിക്കുന്ന വേറെ ചില കോണ്ടെക്സ്റ്റിലാണ്. അപ്പോൾ അവരൊക്കെ ഇതിനെ വളരെ എന്തോ ഒരു ചെറിയ കാര്യമായിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരുടെയൊക്കെ പ്രസ്താവനകൾ, കാരണം ഈ സ്ത്രീകളുടെ ജീവിതത്തിന്, സ്ത്രീകളുടെ സമയത്തിന്, സ്ത്രീകളുടെ തൊഴിലിന്, സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് എന്താണ് വില എന്ന് മനസ്സിലാക്കാത്തൊരു തരത്തിലാണ് അവരൊക്കെ ഇടപെടുന്നത് കണ്ട്. ഇതൊരു രാഷ്ട്രീയമല്ല, ഇത് നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സ്ത്രീയുടെ അവകാശമാണ്. അത് ഇവിടെ ഇല്ല. എന്തുകൊണ്ട് പരാതിപ്പെടുന്നില്ല എന്ന് പഠിക്കട്ടെ. പരാതിപ്പെടാൻ ധൈര്യമില്ലാത്ത, കാരണം ഇവിടെ ഉള്ള നിയമവ്യവസ്ഥയുടെ ആനുകൂല്യങ്ങൾ കിട്ടാത്ത സ്ത്രീകളാണ്. അവർ സിനിമയിൽ പോവുകയാണെങ്കിൽ അവർക്ക് പിന്നെ ഒരു നിയമവും ഇല്ല എന്നർത്ഥം. അതായത് തുല്യവേതനമില്ല, പിന്നെ എന്താണ്, മിനിമം വേജ് ഇല്ല, സുരക്ഷിതമില്ല, സ്വന്തം ശരീരത്തിൽ ആരെങ്കിലും അധികാരം ഉപയോഗിച്ചാൽ അതിനെക്കുറിച്ച് പറയാൻ പാടില്ല. അതിനൊക്കെ നല്ല മനോഹരമായ വാക്ക് പറഞ്ഞു, കാസ്റ്റിംഗ് കൗച്ച്. അതായത് റേപ്പ് അല്ലെങ്കിൽ അതിക്രമത്തിനാണ് ആ പേര് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ എല്ലാ കാലത്തും നടക്കുന്നുണ്ടെന്ന്. ഇപ്പോൾ 100 വർഷമാകാൻ പോകുന്ന സിനിമയിൽ എത്രയോ കാലമായിട്ട് ഇത് നടക്കുന്നു. അതിനെ ഭരണകൂടവും അംഗീകരിക്കുന്നു. അതാണ് ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞത്, പരാതി വരട്ടെ എന്ന്. എന്താണ് ഈ പരാതിപ്പെടാൻ കഴിയാത്ത സ്ത്രീകളെയാണ് ഈ ഭരണകൂടം അഡ്രസ് ചെയ്യേണ്ടത്. എന്തുകൊണ്ട് പരാതി ഇല്ല എന്നാണ് അന്വേഷിക്കേണ്ടത്. പരാതി വരട്ടെ എന്ന് പറഞ്ഞാൽ പിടിച്ചു കെട്ടിയിട്ടിട്ടുള്ള ഒരു സ്ത്രീയോട് ഓടി വരാൻ പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അതുപോലെ അവരുടെയൊക്കെ ആ ശരീരഭാഷ അടിമുടി ആണധികാരത്തിൻ്റെ പ്രകമ്പനങ്ങളായിരുന്നു. അതൊന്നും വലിയ തോതിൽ മാറിയിട്ടില്ല. ഈ സ്ത്രീകൾ ധാരാളം അനുഭവിച്ച അവരുടെ ജീവിതം, ഇതിൽ കുരുങ്ങിപ്പോയ കുറേ സ്ത്രീകൾ അവരുടെ അനുഭവം പറഞ്ഞു. ഞാൻ പറയുന്നത് ഇതിൽ ഒന്നും ഉണ്ടാവുന്നില്ല എന്നല്ല, പക്ഷെ ആ വഴികൾ വീണ്ടും തീയിലൂടെയുള്ള ദുർഘടമായ വഴികൾ തന്നെയാണ് ഇനിയും മുന്നിലുള്ളത് എന്നതാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ ഉഷ സൂചിപ്പിക്കുന്നത്. ഇനിയും ദുർഘടമായ വഴികൾ തന്നെ മുന്നിലുണ്ട്. അപ്പോഴും ഒരു പരാതി പോലും ലഭിക്കുമോ എന്ന് സംശയിച്ചിടത്ത് ഇന്ന് തന്നെ 18 പരാതികൾ എത്തിയിരിക്കുന്നു എന്നത് അത്രയും പേർ ആ തീച്ചൂളയിലൂടെ കടന്നു പോകാൻ തയ്യാറായിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. ശ്രീമതി ഷഹനാസ്, ഇവിടെ ഇപ്പോൾ നിയമ പോരാട്ടം അത് അനിവാര്യമായി വന്നിരിക്കുക ആണല്ലോ. പക്ഷേ ഈ ആരോപണ വിധേയർ എന്ന് പറയുന്നവർ, അവരുടെ സാമ്പത്തികം, ആരോപണം ഉന്നയിക്കുന്നവർ, അതിൻ്റെ ഇടയിലുള്ള അന്തരം വളരെ വലുതാണ്. ഒരു നിയമ പോരാട്ടം, ഏതൊരു തരത്തിലുള്ള നിയമ പോരാട്ടമാണെങ്കിൽ പോലും ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് നമ്മളുടെ വ്യവഹാരം, നമ്മുടെ സംവിധാനം എന്നതൊക്കെ നമുക്ക് ബോധ്യമുള്ളതാണ്. അവിടെയാണ് ഈ വലിയ അന്തരം കൂടി വരുമ്പോൾ അവരെ നേരിടേണ്ടുന്ന ഒരു സാഹചര്യം ഈ അതിജീവിതമാരെ സംബന്ധിച്ച് ഉണ്ടാകുന്നത്. അവിടെ ഇപ്പോൾ 18 പേർ തയ്യാറായിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എത്ര പേർക്ക് എത്ര ദൂരം മുന്നോട്ട് പോകാൻ കഴിയും എന്നൊരു ചോദ്യം ബാക്കിയല്ലേ? വളരെ പ്രയാസമാണ്. എന്റെ കേസ് കോഴിക്കോട് വനിതാ പോലീസ് കേസ് എടുത്ത് അറസ്റ്റ് ചെയ്ത വ്യക്തിയാണ് VR സുധീഷ് എന്ന് പറയുന്ന എഴുത്തുകാരൻ. ഒരു തെറ്റും ചെയ്യാത്ത ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യില്ലല്ലോ. അറസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്, കേസ് നിലനിൽക്കുന്ന വ്യക്തിയാണ്, 3 വർഷമായിട്ട് കേസ് നിലനിന്നുകൊണ്ട് പോകുന്ന വ്യക്തിയാണ്. അപ്പം എനിക്ക് തുറന്നു പറയാനുള്ള സാഹചര്യങ്ങൾ എനിക്ക് പറയേണ്ടി വന്നപ്പോ എന്റെ പേരിൽ ഡിഫമേഷൻ കേസ് കൊടുത്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട്. ഞാനും അദ്ദേഹവും തമ്മിലുള്ള സാമ്പത്തികവും അധികാരവും പ്രശസ്തിയും ഒക്കെ ഒരുപാട് അന്തരത്തിലാണ്. അപ്പം എന്നെ പോലെയുള്ള ഒരാള് ഞാനിപ്പം എങ്ങനെ അതിനെ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. ഞാൻ എന്റെ മരണം വരെ എന്റെ നീതിക്ക് വേണ്ടി ഞാൻ പോരാടുക തന്നെ ചെയ്യും. പക്ഷെ ഇന്നിപ്പോ പറഞ്ഞ 18ഓളം ആളുകൾ പരാതി നൽകി എന്ന് പറയുന്നു. എത്ര ആളുകൾ നൽകാൻ ഇനി തയ്യാറായി വരുമെന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. കാരണം ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ഇത്രയും പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ, അതായത് ഗവൺമെന്റിനെ ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് ഈ പവർ ഗ്രൂപ്പിലുള്ള ആളുകളെ ഒന്നും തുറന്നു പറഞ്ഞിട്ട് പോലുമില്ല. എന്നിട്ടും തുറന്നു പറയാൻ, അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ എനിക്ക് തോന്നുന്നു ഹേമ കമ്മിറ്റിയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പുറത്തു നിന്ന് ഇപ്പൊ ആളുകൾ വന്നുകൊണ്ട്
ഒരു അന്വേഷണ ചുമതല കുറച്ച് പോലീസുകാർക്ക് നൽകിയിട്ടുണ്ട്, വനിതകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നൽകിയിട്ടുണ്ട്. അതൊക്കെ നല്ലത് തന്നെ. അപ്പം വീണ്ടും വീണ്ടും ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ എത്രമാത്രം സ്ത്രീകൾ ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്നു, അവരൊക്കെ എത്രമാത്രം തുറന്നു പറഞ്ഞ് കേസുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകും? ഈ 18 ആളുകളിൽ എത്ര ആളുകളെ ഗവൺമെന്റ് സഹായിക്കും? എങ്ങനെയെല്ലാം സഹായിക്കും? ഇനി തുറന്നു പറയാനുള്ള ആളുകൾക്ക് എന്ത് പ്രചോദനമാണ് ഈ ഗവൺമെന്റും ഈ ഹേമ കമ്മീഷനും റിപ്പോർട്ട് കൊണ്ടും ഒക്കെ ഉണ്ടാവാൻ പോകുന്നത് എന്നൊന്നും എനിക്ക് വ്യക്തമല്ല. ഞാൻ അടക്കമുള്ള ആളുകൾ കേസുമായിട്ട് പോയിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ജീവിക്കാൻ പോലും സമ്മതിക്കാത്ത തരത്തിൽ അവർ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതിയിൽ ആ വേട്ടക്കാരൻ എന്നെ ആക്രമിക്കുന്നുണ്ട്. ഞാനടക്കമുള്ള ബാക്കി സ്ത്രീകളെ അവരുടെ പ്രതിയായിട്ടുള്ള ആളുകൾ അതേപോലെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും എത്രത്തോളം ആളുകൾക്ക് തുറന്നു പറയാൻ സാധിക്കുമെന്നും ഇത് എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയുണ്ട്. ഈ കാര്യത്തിൽ ആശങ്കയുണ്ട്. തീർച്ചയായും ആ ആശങ്ക അതുപോലെ തുടരുകയാണ്. അപ്പോഴും പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നത് ഇപ്പോൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ തുറന്നു പറയാൻ തയ്യാറായിട്ടുള്ളവർ, അവരുടെ വെളിപ്പെടുത്തൽ, അവർ നൽകുന്ന പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. ഹേമ കമ്മിറ്റിയെ വിശ്വസിച്ചുകൊണ്ട്, അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, ആ സുരക്ഷിതത്വത്തിനുള്ളിൽ നിന്നുകൊണ്ട് സിനിമയിലെ ഏറ്റവും പ്രബലരായവർക്കെതിരെ പോലും ഉയർന്നിട്ടുള്ള പരാതികൾ അതിപ്പോഴും ആരും അറിയാതെ രഹസ്യമായി തന്നെ ഇരിക്കുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. പ്രകാശ് ബാരയിലേക്ക് ഞാൻ വരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. കമ്മിറ്റി വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ പ്രകാശ് ബാരെ, ഹേമ കമ്മിറ്റി കണ്ടെത്തിയ വിവരങ്ങൾ, ഹേമ കമ്മിറ്റിക്ക് ലഭിച്ച മൊഴികൾ, തെളിവുകൾ, ഇത്രയും ഗൗരവപ്പെട്ട വിഷയങ്ങൾ ഇപ്പോഴും മൂടിവെക്കപ്പെട്ടിരിക്കുന്നു. അതിലെ യഥാർത്ഥ കുറ്റവാളികൾ ആര് എന്നത് പുറം ലോകം അറിയാതെ ഇരിക്കുന്നു. പുറത്തു വന്നിപ്പോൾ ചിലർ പറഞ്ഞ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്ന ആ സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇവിടെ അമ്മ എന്ന സംഘടന 4 ദിവസം 96 മണിക്കൂർ കാത്തിരുന്നതിന് ശേഷമാണ് അവരുടെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ പറഞ്ഞത്. അത് എത്രമാത്രം പരിഹാസ്യമായിരുന്നു എന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അവിടെ ഉള്ളവർ തന്നെ ആരോപണ വിധേയരാകുന്നു, രാജിവെക്കേണ്ടുന്ന സാഹചര്യം വരുന്നു. പിന്നീട് ആ സംഘടന ആകെ അങ്ങ് പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഇന്ന് അതിനെതിരെ പോലും അതിനുള്ളിലുള്ളവർ പ്രതിഷേധം അല്ലെങ്കിൽ എതിർ സ്വരങ്ങൾ ഉയർത്തുന്നത് നമ്മൾ കണ്ടതാണ്. നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന അല്ലെങ്കിൽ ലോകത്തുണ്ടാകുന്ന, കേരളത്തിലുണ്ടാകുന്ന ഏതൊരു വിഷയത്തിലും അഭിപ്രായം പറഞ്ഞിരുന്ന 2 മഹാനടന്മാർ ഇത്രയും വലിയ സംഭവങ്ങൾ സിനിമാ മേഖലയിൽ നടക്കുന്നു എന്നതിൻ്റെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതാ ഈ ദിവസം വരെ ഒരക്ഷരം അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്നത് നമ്മൾ കാണുന്നതാണ്. ഈ സാഹചര്യങ്ങളൊക്കെ നിലനിന്നുകൊണ്ട് പോകുമ്പോൾ ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തലുകളിൽ കൃത്യമായ ഇടപെടലുകളും നടപടികളും ഉണ്ടാകും എന്ന് നമുക്കിനിയും പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണ്. ഈ കാലത്തിന്റെ കുത്തൊഴുക്കില് ഇവരൊക്കെ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും അത് എത്ര സമയമെടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ മാറാൻ പോവുകയാണ്. ഇതിപ്പം സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് കേരളത്തിൽ 1905 കുറിയെടുത്ത് താത്രി എന്ന് പറയുന്ന സ്ത്രീയെ വ്യഭിചാരത്തിന്റെ പേരിൽ വിചാരണ ചെയ്യുകയുണ്ടായി. വിചാരണ ചെയ്ത് അവർ 10-60 പേരുടെ പേരുകൾ പറഞ്ഞ് അവസാനം എടുത്ത് കാണിച്ചത് രാജാവിന്റെ മുദ്രമോതിരമായിരുന്നു എന്നാണ് കേട്ടത് എന്ന് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അപ്പോൾ അതോടുകൂടിയിട്ട് വിചാരണ മുഴുവൻ നിൽക്കുകയും കംപ്ലീറ്റ് അവരെ ഉടനെ അവിടുന്ന് ഷിപ്പ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്, നാടുകടത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെയാണ് ഇതിൻ്റെ അകത്ത് ഇല്ലത്തുനിന്ന് പുറപ്പെട്ടു അമ്മാത്ത് എത്തിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാര്യം. ഇങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുകയും ഗവൺമെന്റ് ഒരു കമ്മിറ്റിയെ വെക്കുകയും, പക്ഷെ അത് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ അതിൽ വച്ചിരിക്കുന്ന 15 പേരുടെ പവർ ഗ്രൂപ്പിന്റെ പേര് കണ്ടിട്ട് ഗവൺമെന്റ് ഞെട്ടി. ഈ സമൂഹത്തിലെ മിസോജിനി മുഴുവൻ ഒറ്റയടിക്ക് തുടച്ചു കളയാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ നമ്മൾ കാണേണ്ടത്, നമ്മൾ കണ്ണു തുറന്ന് ഈ ലോകം എങ്ങനെയാണ് മൂവ് ചെയ്തതെന്ന് കാണണം. ഈ വിവരസാങ്കേതിക IT രംഗത്ത് അല്ലെങ്കിൽ കോർപ്പറേറ്റ് രംഗത്തൊക്കെ കഴിഞ്ഞ 2 ദശകത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ ഇവർ കാണണം. അവരുണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങൾ കാണണം. അതിലൊരു പെൺകുട്ടിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു മാനേജർ കീഴിലുള്ള ഒരാളെ സെക്ഷുവലി ഹറാസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് വഴികൾ, റിപ്പോർട്ട് ചെയ്യാനുള്ള വഴികൾ, എങ്ങനെയാണ് അത് ടാക്കിൾ ചെയ്യുന്നത്, ഒക്കെ അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ആൾക്കാർക്കും ഓരോ മെമ്പറും കോർപ്പറേറ്റ് ലോകത്തിൽ
എന്തൊക്കെ പെൺകുട്ടികളോട് പറയാം, ചെയ്യാം, എന്തൊക്കെ ചെയ്യരുതെന്ന് വളരെ കൃത്യമായിട്ട് അവരെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൽ. നമ്മുടെ കൊച്ചു കുട്ടികൾ, നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തു പോകുന്ന കുട്ടികൾക്ക് അവർക്കൊക്കെ വളരെ ക്ലിയർ ആണ് ഈ കാര്യങ്ങൾ. ആണും പെണ്ണും അവരൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷനിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പഴയ ജനറേഷനിലുള്ള ആൾക്കാരാണ് ഇത് പിന്നെ വലിയ പ്രശ്നമാണല്ലോ, ഇതെങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. AMMA പോലും ഇപ്പൊ ഒരു 2 അടി പിൻവാങ്ങിയിട്ട് ഒന്ന് അടങ്ങിയിരുന്നിട്ട് വീണ്ടും തിരിച്ചു വരാനുള്ള ഒരു വാഞ്ചയിലാണ് അവർ നിൽക്കുന്നത്. അവർ അറ്റ്ലീസ്റ്റ് പിന്നെ കുറ്റം ഏകദേശം സമ്മതിച്ച പോലെ പിൻവാങ്ങിയിട്ടുണ്ടെങ്കിലും, പക്ഷെ ഇതുകൊണ്ട് പ്രശ്നങ്ങൾ തീരുന്നില്ല. തീർച്ചയായിട്ടും ഗവൺമെന്റ് മനസ്സിലാക്കണം, ഇത് തുടങ്ങി വെച്ചു, 2 സ്റ്റെപ്പ് എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സംഭവത്തിന് ഒരു കൺക്ലൂഷനിൽ ജനങ്ങൾക്ക് മനസ്സിലാവും, ജനങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കൺക്ലൂഷനിലേക്ക് ഇത് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അവർ കുറെ ആൾക്കാരെ മറച്ചു വെക്കാനും പ്രൊട്ടക്ട് ചെയ്യാനുമാണ് നിൽക്കുന്നത് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ കണ്ടു ഈ നടിയെ ആക്രമിച്ച കേസിൽ കുറ്റാരോപിതനായിട്ടുള്ള ആളുടെ കൂടെ നിന്ന AMMA മെമ്പേഴ്സ് ഇപ്പൊ എത്ര നാറിയെന്ന്. ഇനി അവരുടെ കൂടെ ഗവൺമെന്റ് നിന്ന് കഴിഞ്ഞാൽ ഗവൺമെന്റ് എത്ര നാറുന്നുള്ളത് അവർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഗവൺമെന്റ് വളരെ കൃത്യമായിട്ട് ഇതിപ്പം ഒന്ന് ആലോചിച്ചു കൃത്യമായി ഇടപെടേണ്ട സമയം. ഞാൻ സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്, എന്നോട് ക്ഷമിക്കുക. ശ്രീമതി P. ഉഷ, അങ്ങനെ ഒരു കൃത്യമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇവിടെ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ചയായി വരുമ്പോൾ ഒരു പരിധിവരെ രാഷ്ട്രീയം കൂടി അതിൽ കൂടി കലരുന്നത് നമ്മൾ കാണുകയാണ്. ആരോപണ പ്രത്യാരോപണങ്ങളിലെല്ലാം ഒരു തരത്തിൽ രാഷ്ട്രീയം ഇടകലർന്നു പോകുന്നുണ്ട്. അത് മാറ്റി നിർത്തിക്കൊണ്ടുള്ള കൃത്യമായ ഇടപെടലുകൾ ഇതിലുണ്ടാകും. കുറ്റക്കാരെ സംരക്ഷിക്കാതെ ഉള്ള ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? ആ സിസ്റ്റത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നൊരു സാഹചര്യം കൂടി ഉണ്ട്. അങ്ങനെ ഇടപെട്ടാൽ ഗവൺമെന്റിന് കൊള്ളാം, അങ്ങനെ ഇടപെട്ടില്ലെങ്കിൽ അതിൻ്റെ വലിയ പ്രത്യാഘാതം ഗവൺമെന്റിനും അനുഭവിക്കേണ്ടി വരും. കാരണം ഇത് ഒരു ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. ഭരണഘടന അനുശാസിക്കുന്ന തരത്തിൽ സ്ത്രീക്ക് അഭിമാനത്തോടു കൂടി തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവസരം അത് സിനിമയിലായാലും ഏത് രംഗത്തായാലും അനുവദിച്ചു കിട്ടണമല്ലോ. അത് അനുവദിക്കാത്ത ഒരു 98 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പോലും ഉണ്ടാകുന്നത്. നമുക്കറിയാം എത്രയോ ഇരകൾ അറിയപ്പെടാത്തതും അറിയുന്നതുമായ ആളുകളൊക്കെ ഇതിനകത്ത് വന്നു പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അതിനുശേഷം ഇനി അവരുടെ കണ്ണ് തുറന്നില്ല എങ്കിൽ അവർ നിത്യമായ അന്ധതയിലേക്കാണ് പോകുന്നത്. കാരണം ഈ സ്ത്രീപക്ഷ കേരളമൊക്കെ ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ടാക്കാൻ പറ്റുന്നതല്ല. നമ്മുടെ പ്രവർത്തനത്തിലാണ് നമ്മുടെ സ്ത്രീപക്ഷമാണോ അല്ലയോ എന്ന് കാണിക്കേണ്ടത്. ഇപ്പോൾ തന്നെ അനവധി തെറ്റുകളല്ല, ബോധപൂർവം ഗൂഢാലോചന നടത്തി ഇത്രയോ വർഷം ഈ റിപ്പോർട്ട് ഒളിപ്പിച്ചു വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ശക്തമായി കോടതിയുടെ ഇടപെടലും വിവരാവകാശ കമ്മീഷന്റെ അതോ ആദ്യത്തെ കമ്മീഷൻ അനുവദിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇടപെടലുകൾ വന്ന് നിർബന്ധിക്കപ്പെട്ടപ്പോൾ മാത്രമാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. അപ്പൊ കൃത്യമായി പുറത്തുനിന്നുള്ള ഒരു ഏജൻസി അന്വേഷിച്ചാൽ ഈ ഗവൺമെന്റ് പോലും ഇതിൽ കുറ്റക്കാരാണെന്ന് കൃത്യമായും തെളിയും. അപ്പൊ എനിക്ക് തോന്നുന്നത് സ്ത്രീകളുടെ, കാരണം ഇത് വെറുതെ അല്ല, WCCയെ ആണ് നമ്മൾ ഈ കാര്യത്തിൽ ഏറ്റവും അഭിനന്ദിക്കേണ്ടത്. അതുപോലെ തന്നെ നടിയെ ആക്രമിച്ച കേസിൽ ഇരയാക്കപ്പെട്ട നടിയും അവർ രണ്ടുപേരുമാണ് ഈ ഉണർവ് ഉണ്ടാക്കുന്നത്. ഒരു സംഘടനാ നിലയ്ക്ക് WCCയും അതുപോലെ തന്നെ ഒരു വലിയ നമ്മുടെ സമൂഹത്തിലാകെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അത് നിലനിർത്തണമെങ്കിൽ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അതിനുള്ള ആർജവം സർക്കാർ കാണിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇരയ്ക്കൊപ്പം എന്ന് പറയുന്ന സർക്കാർ, സ്ത്രീപക്ഷം എന്ന് പറയുന്ന സർക്കാർ, അത് അവരുടെ വാക്കുകൾ സത്യസന്ധമാണെങ്കിൽ ആ ഇടപെടൽ നടത്തേണ്ടുന്ന സമയമാണ്. നമുക്ക് പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം. എന്തായാലും തുടക്കം മാത്രമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മളുടെ പാനലിസ്റ്റുകൾ എല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചത്. അവിടെ നിന്ന് നേരെ മുന്നോട്ട് പോകാൻ ഇരിക്കുന്നു. അതിന് നേതൃത്വം നൽകേണ്ടത് സർക്കാരാണ്. ആ ഉത്തരവാദിത്വം സർക്കാർ കാണിക്കണം. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ പ്രകാശ് ബാരെ, ശ്രീമതി P. ഉഷ, MA ഷഹനാസ്, ശ്രീമതി മാല പാർവതി. ഈ ചർച്ച ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.